Hi, good morning. Today we will discuss development environment. In this, we will study the development environment of embedded system. Normally, modern systems, desktop system, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അവൈലബിൾ ആണ്. ആ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ്. ആക്ച്വലി ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള അല്ല അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ അതൊരു സോഫ്റ്റ്വെയർ ആകാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഹാർഡ്വെയറിൻ്റെ കോമ്പിനേഷൻ ആവാം, എന്തെങ്കിലും ആവാം. അപ്പോൾ നോർമലി ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക, IDE എന്ന് പറയും. IDE എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് തന്നെ പറയാം. ഇപ്പം C എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനാണെങ്കിൽ അതിനൊരു IDE ഉണ്ട്. അപ്പോൾ C വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റും. ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും എഡിറ്റ് ചെയ്യുക, പിന്നെ കമ്പൈൽ ചെയ്യുക, ഡീബഗ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, ഇതിനുള്ള എല്ലാ സാധനങ്ങളും എല്ലാ പാക്കേജും കൂടെ കൂടിയിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ സെയിം വേ വി ഹാവ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഫോർ എംബഡഡ് സിസ്റ്റം ടു. അപ്പോൾ എംബഡഡ് സിസ്റ്റത്തിനും ഇതേപോലെ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഉണ്ട്. അത് പക്ഷേ പ്യുവർലി എന്തായിരിക്കണമെന്നില്ല, ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കണമെന്നില്ല. അത് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കൂടിയതായിരിക്കാം. കാരണം സാധാരണ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നവർ അത്ര ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എംബഡഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയറിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ പ്യുവർലി സോഫ്റ്റ്വെയറുള്ള സംഭവങ്ങളുണ്ട്, സിമുലേഷൻസ് പ്ലസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിവേ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്പെസിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിനകത്തുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യും, എഡിറ്റ് ചെയ്യും, പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നതിന് അപ്പം നമ്മൾ സോഴ്സ് കോഡ് എന്നതിന് പറയാം. അപ്പോൾ സോഴ്സ് കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോഴ്സ് കോഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു എഡിറ്ററിൻ്റെ ഹെൽപ്പ് വേണം. അപ്പം എഡിറ്റർ എന്ന് പറഞ്ഞൊരു എൻവയോൺമെൻറ്റ് ഇതിനകത്തുണ്ടായിരിക്കണം, ഈ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിനകത്തുണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പം ഒരു എഡിറ്റർ ഉണ്ടായിരിക്കണം. എഡിറ്റർ എന്ന് വെച്ചാൽ അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റണം, സേവ് ചെയ്യാൻ പറ്റണം, ഫയലാക്കാൻ പറ്റണം. ഒരു സോഴ്സ് കോഡ് ഇതിനകത്ത് ഉള്ള എല്ലാ സാധനങ്ങളും നെക്സ്റ്റ് ലൈനിൽ അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോകണം, ഫസ്റ്റ് ലൈനിൽ പോയിട്ട് ഇതാക്കാൻ പറ്റണം, അതൊക്കെ ചെയ്യാൻ പറ്റണം. അപ്പോൾ സോഴ്സ് കോഡ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു. വൺസ് നമ്മൾ സോഴ്സ് കോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തല്ല, എക്സിക്യൂട്ടബിൾ അല്ല. അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം നമ്മൾ. അപ്പം അതും ഇതിനകത്തുണ്ടായിരിക്കണം, ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിനകത്തുണ്ടായിരിക്കണം. അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് വി യൂസ് എ കമ്പൈലർ ഒരു ഇൻ്റർപ്രിറ്ററോ കമ്പൈലറോ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യും, അതിനെ ഒബ്ജക്റ്റ് ഫയലായിട്ട് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഇനി അസംബ്ലി ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾ കമ്പൈലറോ ഇൻ്റർപ്രിറ്ററോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഹൈ ലെവൽ ലാംഗ്വേജ് ടു ഈ സോഴ്സ് ഫയലിനെ നമ്മൾ ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി അസംബ്ലി ലാംഗ്വേജ് ആണെങ്കിൽ ഒരു അസംബ്ലർ യൂസ് ചെയ്തിട്ട് ആ ഒരു മൈക്രോ പ്രൊസസ്സറിൻ്റെ അസംബ്ലർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ OBJ ഫയൽ ക്രിയേറ്റ് ചെയ്യും. അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യും. എനിവേ ഇപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് ടു അസംബ്ലി ലാംഗ്വേജിലേക്ക് ഇതിനകത്തേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഇനി ഒബ്ജക്റ്റ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും എന്തല്ല, എക്സിക്യൂട്ടബിൾ അല്ല. എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ലിങ്കർ യൂസ് ചെയ്തിട്ട് ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു എക്സിക്യൂട്ടബിൾ ഫയലാക്കി മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ എക്സിക്യൂട്ടബിൾ ഫയൽ ആക്കി കഴിഞ്ഞാൽ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും. ഒന്നെങ്കിൽ സ്റ്റാൻഡ് അലോൺ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ DLL ആക്കി മാറ്റും, ഡൈനാമിക് ലിങ്ക് ലൈബ്രറി ആക്കിയിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും, ഇത് സ്റ്റാൻഡ് അലോൺ എക്സിക്യൂട്ടബിൾ ഫോമിലേക്ക് മാറ്റണോ അതോ DLL മാറ്റണോ എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാത്തിനകത്തും അങ്ങനെ ചോദിക്കണമെന്നില്ല. അങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ എന്തും കൂടെ അതിന് ഡീബഗ് ചെയ്യാനുള്ള കോഡ് വരെ അതിനകത്ത് ചിലപ്പോൾ എന്തുണ്ടായിരിക്കും തരും. അതായത് നിങ്ങൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഇന്ന ലൈനിൽ എറേഴ്സ് ഉണ്ട്, ഇന്നതൊക്കെയാണ് സിൻടാക്സ് എറേഴ്സ് ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെ എറേഴ്സാണ് ഇതിനകത്തുള്ളത്, അതൊക്കെ സ്പെസിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും കമ്പൈലർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലതിനകത്ത് അത് ഉണ്ടാവണമെന്നില്ല. ചില ഇൻ്റർപ്രിറ്ററിനകത്ത് അങ്ങനെ എറർ നിങ്ങൾക്ക് ഇന്നതാണെന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലുള്ള എൻവയോൺമെൻറ്റ് ആയിരിക്കണമെന്നില്ല. ദാറ്റ് ഡിപ്പെൻസ് ദി
ടൈപ്പ് ഓഫ് എൻവയൺമെൻറ്റ് ദാറ്റ് വി ആർ യൂസിങ് ടു ക്രിയേറ്റ് ദി സോഫ്റ്റ്വെയർ. അപ്പം സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന എൻവയൺമെൻറ്റ് എന്താണോ അതുപോലെ ഇരിക്കും അത്. അപ്പോൾ ഇവിടെ നമുക്ക് സോഫ്റ്റ്വെയറിന് അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതായത് ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഏതിനകത്താണ് എറേഴ്സ്, അപ്പോൾ അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അത് ബഗ് കറക്റ്റ് ചെയ്യാം. അങ്ങനെ കറക്റ്റ് ചെയ്ത് നമുക്കിങ്ങനെ ഓരോ ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ ദി കേസ് ഓഫ് എംബഡഡ് സിസ്റ്റം ദി സിനാരിയോ ഇസ് ആർ ഡിഫറെൻറ്റ്. എല്ലാ കാര്യങ്ങളും അത് എന്താണ് ഡിഫറെൻ്റ് ആണ്. കാരണം വെച്ചാൽ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യൂണിക് സിസ്റ്റം ആയിരിക്കും. ആ സിസ്റ്റം ഇതുവരെ ആരും എന്ത് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, ഡെവലപ്പ് ചെയ്തിടണമെന്നില്ല. പക്ഷേ മറ്റേതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ തന്നെ സാധനം ഒരു അതിൻ്റെ ഹാർഡ്വെയർ തന്നെ എപ്പോഴും എന്തായിരിക്കും, ഒരു സെയിം ഹാർഡ്വെയർ ആയിരിക്കും. ആ ഹാർഡ്വെയറിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞ സാധനം തന്നെ എന്തായിരിക്കും, യൂണിക് ആയിരിക്കും. ആ ഹാർഡ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഈ ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഫോർ എക്സാമ്പിൾ ഒരു ടീ വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞ സാധനം ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ ആരും ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നായിരിക്കാം. അപ്പോൾ ടീ വെൻഡിങ് മെഷീനിൻ്റെ ഓരോ എറേഴ്സും അരിച്ചു പെറുക്കി നമുക്ക് അതിൻ്റെ എറേഴ്സ് ഇന്നതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സിസ്റ്റം എൻവയൺമെൻറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ആകെ അതിനകത്ത് യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളറിനകത്തേക്ക് നമുക്ക് പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യാനും ആ ഡൗൺലോഡ് ചെയ്ത സാധനം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ നോക്കാനും, അത് യൂസ് ചെയ്യുന്ന മെമ്മറിക്കകത്ത് പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് എംബഡഡ് സിസ്റ്റം ഡെവലപ്പേഴ്സ് ഡോണ്ട് എൻജോയ് ദിസ് ലക്ഷറി. ഈ ലക്ഷറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് ഏത് ലക്ഷറിയാണ് പറഞ്ഞത്, ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന ലക്ഷറീസ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. എംബഡഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം ഒരു യൂണിക് ഹാർഡ്വെയർ ആണ്. ആൻഡ് ഹാർഡ്വെയർ ദാറ്റ് പ്രോബബ്ലി ഡസൻ എക്സിസ്റ്റ് വെൻ ദി ഡെവലപ്മെൻറ്റ് ടൂൾസ് വർ ക്രിയേറ്റഡ്. ഡെവലപ്മെൻറ്റ് ടൂൾസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹാർഡ്വെയർ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, എക്സിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്തേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മോസ്റ്റ് പ്രോബബ്ലി വി ഹാവ് ടു യൂസ് അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് മീൻസ് ഇറ്റ്സ് പ്യുവർലി മെഷീൻ ഡിപ്പെൻഡൻറ്റ്. അത് മെഷീൻ ഡിപ്പെൻഡൻറ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു കോഡ് അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അത് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ അസംബ്ലി ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, അതിനകത്തുള്ള അതിൻ്റെ ആർക്കിടെക്ചർ അറിഞ്ഞിരിക്കണം, കുറച്ചും കൂടെ നമ്മൾ എന്തായിരിക്കണം, മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് സ്പെസിഫിക് കോഡ് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഹാർഡ്വെയർ അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഇമ്പോർട്ടൻസ് അല്ല അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ അതാണ്. ആക്ച്വലി അത് നമുക്ക് എത്ര ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. കാരണം ടൂൾസ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കില്ല, അത്ര യൂസർ ഫ്രണ്ട്ലി ആയിരിക്കില്ല എന്ന് മാത്രമല്ല, യൂസർ ഫ്രണ്ട്ലി എന്നല്ല ആക്ച്വലി അതിന് വേണ്ടി അത്രയും ആപ്റ്റായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ് നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അസംഷൻസ് അബൌട്ട് ദി ഹാർഡ്വെയർ ആർ ഓൺലി പാർട്ട് ഓഫ് വാട്ട് മേക്സ് ദി ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ് ഈസിയർ ടു മാസ്റ്റർ. നമുക്ക് കുറേ അസംഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ നോർമലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ആൾസോ ക്യാൻ സേഫ്ലി അസ്യൂം കൺസിസ്റ്റൻറ്റ് റൺ ടൈം പാക്കേജ്. നമുക്കൊരു സാധനം ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വലി റൺ ചെയ്യാൻ പറ്റുന്നൊരു ഫോമിലെ ആക്കുകയാണ് നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ EXEO DLL അല്ലെങ്കിൽ MFC എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് തന്നെ പറയും. അപ്പോൾ അതുപോലത്തെ ഏതെങ്കിലും ഒരു ഫോമാറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഹാർഡ്വെയർ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ സെറ്റ് നമ്മൾ പഠിക്കണമെന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മൾ പഠിക്കണമെന്നില്ല. പക്ഷേ നമുക്ക് എന്തൊക്കെ അറിയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ റാം സ്പേസ് എത്രയാണ് റോം, അതിൻ്റെ ഫ്ലാഷ് മെമ്മറി എവിടെ മുതൽ എവിടെ വരെയാണ്, അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻട്രപ്റ്റ്സ് ഏതൊക്കെയാണ്, ഇൻട്രപ്റ്റ്സ് സർവീസ് റൂട്ടീൻസ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായിരിക്കണം, ഫെമിലർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ.
Thus, the embedded system developer must understand more about the execution environment. Execution environmentനെ പറ്റി കൂടുതൽ നമ്മൾ എന്തായിരിക്കണം, ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിനേക്കാളും കൂടുതൽ എക്സിക്യൂഷൻ എൻവയോൺമെൻറ്റിനെ പറ്റി നമ്മൾ കുറച്ചും കൂടെ എന്തായിരിക്കണം, അവെയർ ആയിരിക്കണം. മോർ അബൌട്ട് ദി ഡെവലപ്മെൻറ്റ് ടൂൾസ് ആൻഡ് മോർ അബൌട്ട് ദി റൺ ടൈം പാക്കേജ്. അപ്പം മനസ്സിലായില്ലേ അത്? Thus, the embedded system developers must understand more about the execution environment, more about the development tools and more about the runtime package. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടി ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു എംബെഡഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് നമ്മളിനി നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത്. എക്സിക്യൂഷൻ എൻവയോൺമെൻറ്റ് എന്താണ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ദ എക്സിക്യൂഷൻ എൻവയോൺമെൻറ്റ്. അപ്പം നമ്മളൊരു എംബെഡഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി അതിനകത്തൊരു അത് എൻറ്റയർ തിങ് കൺട്രോൾ ചെയ്യുന്ന ഒരു എന്തിൻ്റെ ആയിരിക്കും, ഒരു ഹാർഡ്വെയർ ഉണ്ടായിരിക്കും, ഒരു മൈക്രോ പ്രൊസസ്സർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ ഉണ്ടായിരിക്കും. ആ മൈക്രോ കൺട്രോളറിനകത്ത് നമ്മൾ എന്തായിരിക്കണം എന്നില്ല, ഈച്ച് ആൻഡ് എവറി കോർണർ അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അതിന് ഹൗ ദി സിസ്റ്റം യൂസ് മെമ്മറി, including how the processor manages its stack. Stack is a memory, it's a kind of memory, it's a special kind of memory. അതാണ് ആക്ച്വലി സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു യൂസ് ദ സിസ്റ്റം മെമ്മറി, ഹൗ ദ സിസ്റ്റം യൂസസ് മെമ്മറി, ഓർ ഹൗ ദി സിസ്റ്റം മാനേജസ് ദി മെമ്മറി ഓഫ് ദി സിസ്റ്റം. അപ്പോൾ സിസ്റ്റത്തിൻ്റെ മെമ്മറി എങ്ങനെയാണ് ഈ പ്രോസസ്സർ മാനേജ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻക്ലൂഡിങ് ഹൗ ദി പ്രോസസ്സർ മാനേജ് ദി ഇറ്റ്സ് സ്റ്റാക്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നത് അറിഞ്ഞെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് തിങ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇസ് സിസ്റ്റം സ്റ്റാർട്ടപ്പ്. സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത്, പവർ ഓൺ ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, എന്ത് സംഭവിക്കും, എവിടത്തെ ഉള്ള പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഓൺ ആവുന്നത്, എന്തൊക്കെയാണ് സ്റ്റാർട്ടിങ് സമയത്ത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഫൈനലി ഹൗ ഇൻട്രപ്റ്റ്സ് ആൻഡ് എക്സെപ്ഷൻസ് ആർ ഹാൻഡിൽ. അപ്പം എങ്ങനെയാണ് ഹൗ ദി പ്രോസസ്സർ ഹാൻഡിൽസ് ഇറ്റ്സ് ഇൻട്രപ്റ്റ് ആൻഡ് എക്സെപ്ഷൻസ്. എക്സെപ്ഷൻസും ഇൻട്രപ്റ്റ്സും ഒക്കെ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് നോർമൽ എക്സിക്യൂഷൻ ഫ്ലോയിനിടയ്ക്ക് അതിനെ ഇൻട്രപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലെ തന്നെ ഡിവൈഡ് ബൈ സീറോ എറർ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഡിവൈഡ് ബൈ സീറോ വന്നു കഴിഞ്ഞാൽ അത് ഇൻട്രപ്റ്റ് ആയിട്ടാണോ അത് വേറെ ഏതെങ്കിലും രീതിയിലാണോ അതിനെ മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, നോർമൽ ഫ്ലോയിലല്ലാത്ത കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രോസസ്സർ മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു എംബെഡഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവേണ്ട പറഞ്ഞത്. So we should know these three things to develop an embedded system. എന്തൊക്കെയാണത്? How the system uses memory, including how the processor manages its stack. First thing, അതറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോഗ്രാം എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്റ്റാക്ക് എവിടം വരെ ഉണ്ട്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അത് പറ്റുള്ളൂ. സ്റ്റാക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡീറ്റെയിൽ ആയിട്ടല്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, നമുക്കതും കൂടെ ഡിസ്കസ് ചെയ്യാം. And second thing is what happens at the system startup. If you switch on or power on this system, how start executing the program, or how it manages its environment. അതെങ്ങനെയാണ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓർ ഫൈനലി നമുക്ക് അറിയേണ്ട കാര്യം വെച്ചാൽ ഹൗ ഇൻട്രപ്റ്റ്സ് ആൻഡ് എക്സെപ്ഷൻസ് ആർ ഹാൻഡിൽഡ് ബൈ അവർ പ്രോസസ്സർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു എംബെഡഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളൊരു എക്സാമ്പിളായിട്ട് നമ്മൾ മോട്ടറോള 68000 ഇവിടെ ഒരു പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 6800 68K മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. 32 ബിറ്റ് മെമ്മറി അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ മെമ്മറി മാനേജ് ചെയ്യുന്നത്. അതായത് പ്രോസസ്സർ മോട്ടറോള 68000 ആണ്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തൊരു പ്രോസസ്സറാണ്. അത് എങ്ങനെയാണ് സിസ്റ്റം മാനേജ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്.
അതിന് ഓരോ സിസ്റ്റം മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓരോ മെമ്മറീനെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മെമ്മറി എന്ന് പറയുന്ന സമയത്ത് ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന് മെയിനായിട്ട് നമുക്ക് റാം ആൻഡ് റോം എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലേ. അപ്പോൾ ആ റാമിനകത്ത് എന്ത് സ്റ്റോർ ചെയ്യുന്നു, റോമിനകത്ത് എന്ത് സ്റ്റോർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ ഈ 68 മോട്ടറോള 68000 തന്നെ പ്രോസസ്സർ എങ്ങനെയാണ് അതിൻ്റെ മെമ്മറീനെ മാനേജ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ മെമ്മറി എന്ന് പറയുന്ന സാധനം ഇവിടെ നമ്മൾ 32 ബിറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 000000 ടു FFF വരെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അതായത് 32 ബിറ്റും 0 ആയിരിക്കുക, 32 ബിറ്റും 1 ആയിരിക്കുന്ന വരെയുള്ള അത്രയും സ്പേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. ഒരു മിനിറ്റ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം 000 ടു FFF വരെ. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് സിസ്റ്റം സ്പേസ് എന്ന് പറഞ്ഞതാണ് ഫസ്റ്റിലത്തെ ഈ ഏരിയ. അതായത് 000 മുതൽ ഒരു പെർട്ടിക്കുലർ ഏരിയ വരെ 00 ടു 400 വരെ അങ്ങോട്ടാണ് തോന്നുന്നു. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത്രയും ഏരിയ നമ്മൾ സിസ്റ്റം സ്പേസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് കോഡ് സ്പേസ്. അത് കഴിഞ്ഞ് വരുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ കോഡ് സ്പേസ് ആയിട്ട്, അതിനൊരു സ്റ്റാർട്ടിങ് അഡ്രസ് ഉണ്ടാവും, എൻഡിങ് അഡ്രസ് ഉണ്ടാവും. അത്രയും സ്പേസ് മാത്രമേ ഇതിന് വേണ്ടി അലോട്ട് ചെയ്യുള്ളൂ, കോഡിന് വേണ്ടി അലോട്ട് ചെയ്യുള്ളൂ. എന്താ കോഡ് നമുക്ക് നോക്കാം. ദെൻ റോം ഡാറ്റ സ്പേസ്, അതും നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഏരിയ ആണ് റോം ഡാറ്റ സ്പേസ്. ദെൻ അടുത്തത് IO സ്പേസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഒരു എക്സ്റ്റൻഷനാണ്. ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏതിന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇനി IO സ്പേസ് കഴിഞ്ഞ ഉടനെ തന്നെ റാം ഡാറ്റ സ്പേസ്. റാമിനകത്ത് ഇത് റാം ഏരിയ ആണ്. ഇപ്പുറം വരുന്നത് എന്താണ്, ആക്ച്വലി റോം സ്പേസ് ആണ് ഇവിടം വരെ. IO സ്പേസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള പോർഷൻസ് മൊത്തം എന്താണ്, റോം ആണ്. IO സ്പേസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് മൊത്തം എന്താണ്, റാം ആണ്. റാം ഡാറ്റ സ്പേസ്. ദെൻ ഹീപ്പ് എന്നാണ് ഇതിന് വരുന്നത്, ഏറ്റവും HEEP, ഹീപ്പ്. നെക്സ്റ്റ് തിങ് ഇസ് സ്റ്റാക്ക്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മോട്ടറോള 6800 അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഓരോന്ന്. ഫസ്റ്റ് വൺ ഈസ് സിസ്റ്റം സ്പേസ്. ഫസ്റ്റ് നമ്മളെ മെമ്മറി എന്ന് പറഞ്ഞാൽ സിസ്റ്റം സ്പേസ് അല്ലേ, അതെന്താണെന്ന് നമ്മൾ നോക്കാം. ദ മോട്ടറോള 68K എന്നാണ്, അങ്ങനെയാണ് അതിന് പറയാം. 68K ഫാമിലി റിസർവ്സ് ദി ഫസ്റ്റ് 1024 1K ആണ്, 1024 മെമ്മറി ലൊക്കേഷൻസ്, 256 ലോങ് വേർഡ്സ്. അപ്പോൾ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ 32 ബിറ്റ്സ് ആണ്. അതുകൊണ്ടാണ് 256 × 32 4 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1024 വരും. 1024 എന്ന് പറഞ്ഞാൽ 1K മെമ്മറി. ആദ്യത്തെ 1K മെമ്മറീസ് റിസർവ്ഡ് ഫോർ സിസ്റ്റം സ്പേസ്, ഫോർ ദി എക്സിക്യൂഷൻ വെക്ടർ ടേബിൾ, എക്സെപ്ഷൻസ് വെക്ടർ ടേബിൾസ്. ഫോർ ഇൻട്രപ്റ്റ് വെക്ടർ ടേബിളിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ് ആക്ച്വലി എന്ത്, ഈ സിസ്റ്റം സ്പേസ് എന്ന് പറഞ്ഞാൽ. ഇൻട്രപ്റ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്. ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് അഡ്രസ്സിനകത്തേക്ക് ജമ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ ടേബിളാണ്. ഫോർ എക്സാമ്പിൾ ഇൻട്രപ്റ്റ് 1 എന്ന് പറഞ്ഞൊരു ഇൻട്രപ്റ്റ് ആണെന്ന് ആയിരിക്കാം. നമുക്കൊരു സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ഒരു പ്രോസസ്സറിനകത്ത് മോർ ദാൻ 1 ഇൻട്രപ്റ്റ്സ് ഉണ്ടാവും നോർമലി. ഇപ്പോൾ 8085-നകത്താണെങ്കിൽ 5 ഡിഫറെൻറ്റ് ഇൻട്രപ്റ്റ്സ് ഉണ്ട്. അതിനകത്ത് വെക്റ്റഡ് ഉണ്ട്, നോൺ വെക്റ്റഡ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വെക്റ്റഡ് ഇൻട്രപ്റ്റ്സിനൊക്കെ സ്പെസിഫിക് ആയിട്ട് എന്തുണ്ടായിരിക്കും, ഏത് ലൊക്കേഷനിൽ ജമ്പ് ചെയ്യണമെന്നുണ്ടായിരിക്കും. അത് ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്നത് ഈ വെക്റ്റർ ടേബിൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഇവിടെയും അതേപോലെ തന്നെ ഓരോ ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്യുമ്പോഴും ആ ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അഡ്രസ് ആക്ച്വലി ഈ ഇൻട്രപ്റ്റ് വെക്ടർ ടേബിളിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. മനസ്സിലാവുണ്ടോ? കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ടേബിളിനകത്ത് ഉണ്ടാകും. ആൻഡ് ദാറ്റ് ടേബിൾ ഷോസ് 2 columns. One is interrupt number of interrupt. ഇത് ഇൻട്രപ്റ്റിൻ്റെ നമ്പറാണ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് അഡ്രസ്. ഇവിടെ ക്ലിയർ ആവുക അഡ്രസ്. അപ്പോൾ ഇൻട്രപ്റ്റ് നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2000 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 2000 എന്ന് പറഞ്ഞാൽ ലൊക്കേഷനകത്തേക്ക് ജമ്പ് ചെയ്യാം. ഇവിടെ അഡ്രസ്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ 1 ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേബിൾ നോക്കിയിട്ട് നേരെ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും, ഈ അഡ്രസ്സിനകത്തേക്ക് ജമ്പ് ചെയ്യും. അതുപോലെ 2 ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുത്ത് പറയുക 3000 ആണെങ്കിൽ 3000-ത്തിനകത്തേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ എഴുതി വെക്കുന്ന ടേബിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വെക്ടർ ടേബിൾ തന്നെ. ആൻഡ് ദിസ് വെക്ടർ ടേബിൾ കെപ്റ്റ് ഇൻ ദി സിസ്റ്റം സ്പേസ്. ദാറ്റ് ഈസ് ആ 1K സ്പേസിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഈ വെക്ടർ ടേബിൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. ഈ എല്ലാ കേസിലും അല്ല, ഈ 68 ഫാമിലിയുടെ കേസിൽ, മോട്ടറോള 68
68K ഫാമിലിയുടെ കേസിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 256 ഡിഫറെൻറ്റ് എക്സെപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? 1K ആണ് നമ്മൾ ഇതിനു വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന മെമ്മറി ഏരിയ എന്ന് പറഞ്ഞാൽ. 1K കൂടുതൽ ഇതിന് റിസർവേഷൻ ഇല്ല, ഐ മീൻ സ്പേസ് അലോട്ട് ചെയ്തിട്ടില്ല. ആൻഡ് സെക്കൻഡ് തിങ് ഈസ്, സെക്കൻഡ് മെമ്മറി സ്പേസ് ഈസ് കോഡ് സ്പേസ്. above the system space the code space starts the instructions, actually stores the instructions. അപ്പോൾ നോർമലി കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നത് നോർമലി എന്തായിരിക്കും, ഇവിടെ റോമിനകത്താണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ റാമിനകത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം സ്റ്റോർ ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കും, എന്താണ് ഓഫ് ചെയ്യുന്ന സമയത്ത് പോയി പോകില്ലേ കണ്ടൻറ്റ്. അപ്പം എപ്പോഴും പോയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു റോമിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ആ റോമിനകത്ത് സ്റ്റോർ ചെയ്യുന്ന സ്പേസാണ് ആക്ച്വലി എന്ത്, പ്രോഗ്രാം സ്പേസിനാണ് നമ്മൾ എന്താ പറയുന്നത്, കോഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലേ? ഇറ്റ് മേക്ക് സെൻസ് ടു മേക്ക് ദി സിസ്റ്റം സ്പേസ് ആൻഡ് കോഡ് സ്പേസ് കണ്ടിന്യൂസ് ബിക്കോസ് യു വുഡ് നോർമലി പ്ലേസ് ദം ഇൻ ദി സെയിം ഫിസിക്കൽ റോം ഡിവൈസ്. ആക്ച്വലി ഇത് ഫ്ലാഷ് മെമ്മറിക്കകത്തോ അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ. ഇറേസിബിൾ ആയിരിക്കാം. ഇപ്പോഴത്തെ സിസ്റ്റത്തൊക്കെ ആണെങ്കിൽ ഇലക്ട്രിക്കലിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇറേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലാഷ് മെമ്മറിയോ അല്ലെങ്കിൽ ഈ സ്ക്വേർഡ് പ്രോമോ ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് കോഡ് സ്പേസ് ആയിട്ട്. അപ്പോൾ എനിവേ നമ്മുടെ പ്രോഗ്രാം, അതായത് ഈ എംബഡ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന മെയിൻ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നത് ഈ കോഡ് സ്പേസിനകത്തായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡാറ്റ സ്പേസ്. അപ്പോൾ പ്രോഗ്രാം ഒരു സ്ഥലത്ത്, ഡാറ്റ വേറെ സ്ഥലത്ത്. ഫോർ എക്സാമ്പിൾ ഈ പ്രോഗ്രാമും ഡാറ്റ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി നിങ്ങൾക്ക്? ഫോർ എക്സാമ്പിൾ പ്രോഗ്രാം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെയായിരിക്കും: റീഡ് എ, റീഡ് ബി, ആഡ് എ ആൻഡ് ബി, ദെൻ സ്റ്റോർ റിസൾട്ട് ആൻഡ് സ്റ്റോപ്പ്. ഇതായിരിക്കും പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. ആ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നത് കോഡിലായിരിക്കും. ഇനി എ ആൻഡ് ബിയുടെ വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആക്ച്വലി എവിടെ ആയിരിക്കും, ഡാറ്റ ആയിരിക്കും. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് എയും ബിയും ഡാറ്റയും, ആ പ്രോഗ്രാമിനെ നമ്മൾ എന്ത് പറയും, കോഡ് എന്നും പറയും. അപ്പോൾ ഈ കോഡ് സ്പേസ് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി അതിനകത്ത്, ഡാറ്റ സ്പേസ് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിന് വേണ്ട സാധനങ്ങൾ, അതിൻ്റെ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അറേയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആ അറേയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും അതിനകത്തായിരിക്കും, ഡാറ്റ സ്പേസിനകത്തായിരിക്കും. അബവ് ദി കോഡ് സ്പേസ് ROM data stores constant values such as error messages or other string literals. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ എറർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെസ്സേജസ് വിടേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ ഡാറ്റ മെമ്മറിയിലായിരിക്കും. മനസ്സിലായില്ലേ? 3 basic areas of read-write storage. RAM need to be next thing is ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കോഡ് സിസ്റ്റം സ്പേസ് കഴിഞ്ഞു, കോഡ് സ്പേസ് കഴിഞ്ഞു, ഡാറ്റ സ്പേസ് കഴിഞ്ഞു. ഇനി അതിനകത്തുള്ളത് IO സ്പേസ് ആണ്. IO സ്പേസിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ഉള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതൊക്കെ എന്താണ്, റാം ഏരിയ ആണ്. ആ റാം ഏരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് IO സ്പേസ് എന്ന് പറഞ്ഞ സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് തിങ് ഈസ് ദി സ്റ്റാക്ക്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റീഡ് റൈറ്റ് മെമ്മറി ആൻഡ് ഫാഷൻ ഓഫ് സ്റ്റൈൽ ഓഫ് റീഡ് റൈറ്റ് ഫാഷൻ ഈസ് ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻ ചെയ്ത സാധനം ഏറ്റവും അവസാനം എടുക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ചെയ്തത് ആദ്യം എടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു മെമ്മറിയാണ് ആക്ച്വലി എന്ത്, സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ. സാധാരണ മെമ്മറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്ത സാധനം റാൻഡമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓർഡർ ഒന്നും ഇല്ലാതെ നമുക്ക് റാൻഡമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റാക്കിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഫാഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് റൈറ്റ് ചെയ്ത് മാത്രം ഫസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം റൈറ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ മീനിങ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ ചെയ്യാം. അപ്പോൾ ഈ ഒരു വലിയ ബോക്സിനകത്ത് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെക്കാനായിരിക്കാം. അപ്പോൾ ഫസ്റ്റിൽ ഇത് വെച്ചു 1, ഇത് സെക്കൻഡ് 2, അടുത്തത് 3. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാക്ക് ചെയ്തിരിക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് സ്റ്റാക്ക് ചെയ്തിരിക്കുന്നത് ഏതാ, 3 ആണ്. ഇനി 3 ആണ് ആദ്യം എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ ലാസ്റ്റ് ഇൻ ചെയ്തത് ഫസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. 3 എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 2 എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 1 എടുക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഇൻ ചെയ്തത് ലാസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. ആ ഒരു ഫാഷനിൽ നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിനാണ് ആക്ച്വലി എന്ത് പറയുന്നത്, സ്റ്റാക്ക് എന്ന് പറഞ്ഞ സാധനം. അപ്പം സ്റ്റാക്ക് പോയിന്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കും ഇതിനകത്ത്. എവിടെയാണ് ഏത്
അഡ്രസ്സാണ് അറ്റ് പ്രസൻറ്റ് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാക്ക് പോയിൻ്റർ ഉണ്ടായിരിക്കും. പിന്നെ ഈ സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്ന സാധനം എപ്പോഴും നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദി മെമ്മറിയിലാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ സ്റ്റാക്കിൻ്റെ ഇപ്പോൾ FFF എന്ന് പറഞ്ഞ സാധനമായിരിക്കും ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഏറ്റവും ടോപ്പിലായിരിക്കും നമ്മൾ സ്റ്റാക്ക് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാക്ക് ഓരോ പ്രാവശ്യം സ്റ്റോർ ചെയ്യുമ്പോൾ സ്റ്റാക്കിൻ്റെ അഡ്രസ്സ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ടാണ് ഡിക്രിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റാക്ക് അങ്ങനെയാണ്, അങ്ങനെ ഒരു പ്രത്യേകതയാണ് ആക്ച്വലി. അപ്പം സിസ്റ്റത്തിനകത്ത് നമ്മളിപ്പോൾ ഇൻട്രപ്റ്റ് വരുന്ന സമയത്ത് കറൻ്റ്ലി ഉള്ള സ്റ്റാറ്റസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാക്കിലേക്കായിരിക്കും. ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്തതിന് ശേഷം തിരിച്ച് വന്നിട്ട് പഴയ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എക്സിക്യൂട്ട് ചെയ്യേണ്ട സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ആക്ച്വലി സ്റ്റാക്ക് ഏരിയയിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനാണ് ആക്ച്വലി സ്റ്റാക്ക് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നോർമലി സ്റ്റാക്ക് ഹാൻഡിൽ ചെയ്യുന്നത് പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ് കോഡ് സ്പേസ്. അബവ് ദി സിസ്റ്റം സ്പേസ്, ഫ്രീ മെമ്മറിയാണ് സ്റ്റാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഇസ് ഫ്രീ മെമ്മറി. All statically allocated variables are assigned to these locations. ഇപ്പോൾ ഗ്ലോബൽ വേരിയബിൾ, മോസ്റ്റ് ഓഫ് ദി ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫങ്ഷൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, കുറേ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ആ എല്ലാ ഫങ്ഷൻസിനകത്തു നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ നമ്മൾ ഗ്ലോബൽ വേരിയബിൾ എന്നാണ് പറയുക. ഒരു ഫംഗ്ഷനകത്ത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനകത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫംഗ്ഷന് വെളിയിൽ അതിന് എന്തുണ്ടാവില്ല, വാല്യൂസ് ഉണ്ടാവില്ല, ലൈഫ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ വേരിയബിളിനെ നമ്മൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയും. അതല്ല എൻറ്റയർ പ്രോഗ്രാമിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് നമ്മൾ എന്താ പറയുക, ഗ്ലോബൽ വേരിയബിൾ എന്നാണ്. നോർമലി ഗ്ലോബൽ വേരിയബിൾസ് ആൻഡ് സ്റ്റാറ്റിക്കലി അലോക്കേറ്റഡ് റീഡ് റൈറ്റ് വേരിയബിൾസ് ആർ അസൈൻ ടു ദിസ് ലൊക്കേഷൻസ്. ഏത് ലൊക്കേഷൻസ്? ആ ഫ്രീ മെമ്മറി ലൊക്കേഷൻസ്. ഇനി ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുന്ന വേരിയബിൾസ്, ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആണ് നോർമലി ഹീപ്പ് എന്ന് പറഞ്ഞ മെമ്മറി സ്പേസിനെ പറയാം. ഡൈനാമിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന, പ്രോഗ്രാമിനിടയ്ക്ക് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസിനെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക, മാലോക്കൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക, ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ്. ആ ഒബ്ജക്ട്സിനൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ നോർമലി യൂസ് ചെയ്യുന്ന ഏരിയ ഹീപ്പ് എന്ന് പറഞ്ഞ മെമ്മറി ഏരിയയിലാണ്. അപ്പോൾ നോർമലി എംബഡഡ് സിസ്റ്റത്തിനകത്ത് അധികവും നമ്മൾ ഹീപ്പ് എന്ന് പറഞ്ഞ ഏരിയ എന്ത് ചെയ്യാറില്ല, യൂസ് ചെയ്യാറില്ല, മാനേജ് ചെയ്യാറില്ല. ഓക്കെ, എനിവേ മൊട്ടറോള എന്തും കൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്, ഹീപ്പ് എന്ന് പറഞ്ഞ മെമ്മറി ഏരിയയും അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് തിങ് ഇസ് അൺപോപ്പുലേറ്റഡ് മെമ്മറി സ്പേസ്. അൺപോപ്പുലേറ്റഡ് മെമ്മറി സ്പേസ് ആണ് ആക്ച്വലി എന്ത്, ആ ബ്രേക്ക് ഇട്ട് കാണിച്ചിരിക്കുന്ന മെമ്മറി സ്പേസ് കണ്ടല്ലേ. ഈ ഏരിയനാണ് നമ്മൾ അൺപോപ്പുലേറ്റഡ് മെമ്മറി ഏരിയ എന്ന് പറഞ്ഞത്. ഇത് പക്ഷേ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അങ്ങനെ കാണിച്ചിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് 1K മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ബാക്കിയൊന്നും എന്ത് പറഞ്ഞിട്ടില്ല, എത്ര സ്പേസ് എന്ന് നമ്മൾ ക്ലാരിറ്റിയിൽ പറഞ്ഞിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ വേണ്ട സാധനങ്ങൾക്ക് കൂടുതൽ സ്പേസ് യൂസ് ചെയ്യാം. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കോഡ് സ്പേസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കോഡ് സ്പേസ് കൂടുതലാക്കിയിട്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള സ്പേസ് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുക. അപ്പോൾ എൻറ്റയർ തിങ് 68K എന്ന് വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് IO സ്പേസ്. IO സ്പേസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് വേണ്ടിയിട്ടൊരു മെമ്മറി ഏരിയ. അതൊരു ആക്ച്വലി മെമ്മറി എന്ന് പറഞ്ഞാൽ റീഡ് റൈറ്റ് ഏരിയ ഒന്നും വേണ്ട, നമുക്ക് ഒരു പോർട്ട് അഡ്രസ്സാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വാല്യൂ റീഡ് ചെയ്യാൻ പറ്റണം, നമുക്ക് അതിനകത്തേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു സ്പേസിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, IO സ്പേസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 8085 കേസിൽ IO സ്പേസ് എന്ന് പറയുമ്പോൾ മെമ്മറി സ്പേസ് എന്ന് പറഞ്ഞാൽ മെമ്മറി അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ 16 ബിറ്റാണ്. പക്ഷേ ഇവിടെ IO ഡിവൈസസിന് എൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 8 ബിറ്റ് മാത്രമേ വരുള്ളൂ. ദാറ്റ് മീൻസ് 256 IO ഡിവൈസസിന് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ദി ലാസ്റ്റ് മെമ്മറി കമാൻഡ് ഈസ് ദി മെമ്മറി മാപ്ഡ് പെരിഫറൽ ഡിവൈസ്. മെമ്മറി മാപ്ഡ് പെരിഫറൽ ഡിവൈസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദീസ് ഡിവൈസസ് റിസൈഡ്സ് ഇൻ IO സ്പേസ് ഏരിയ. ഇത് IO സ്പേസ് ഏരിയയിലാണ് ആക്ച്വലി ഈ ഒരു സ്പേസ് റിസൈഡ് ചെയ്യുന്നത്. ചില ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എനിവേ ഇത് IO ഡിവൈസസിനെ ഹാൻഡിൽ ചെയ്യുന്ന പിന്നെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്പേസാണ്. പിന്നെ ഡിറ്റക്റ്റിംഗ് സ്റ്റാക്ക് ഓവർഫ്ലോ. സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ അത് നോർമലി വരാവുന്ന പോസിബിലിറ്റി ഉള്ളൊരു കാര്യമാണ്. സ്റ്റാക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് സ്റ്റാക്ക് ഏറ്റവും ആദ്യം ഇവിടെയാണ് ഫിക്സ് ചെയ്യുക. ഇവിടെ സ്റ്റാക്ക് യൂസ് ചെയ്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഹീപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാവുന്നതായിരിക്കും.
ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്യുന്ന ഏരിയ ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവുന്നതായിരിക്കാം. സ്റ്റാക്ക് ഇങ്ങനെ റിഡ്യൂസ് ചെയ്തിട്ട് ഇതിന് ഒരു ലിമിറ്റൊന്നുമില്ല, അവിടെ എത്ര വേണമെങ്കിലും റിഡ്യൂസ് ചെയ്തിട്ട് ഹീപ്പിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റുമെന്ന് വെച്ചാൽ ഹീപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയിലേക്കും ഇതെന്ത് ചെയ്യും, ഇടിച്ചു കയറും. അപ്പം ഹീപ്പ് മെമ്മറി ഏരിയയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസിൻ്റെ മേലെ എന്ത് ചെയ്യും, ഓവർ റൈറ്റ് ചെയ്യും. അങ്ങനെ ഓവർ റൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളതിനെ ശ്രദ്ധിക്കണം എവിടം വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിനാണ് നമ്മൾ എന്താ പറയുന്നത്, സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എംബഡഡ് സിസ്റ്റത്തിനകത്ത് സ്റ്റാക്ക് ഓവർഫ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് എറേഴ്സ് അല്ലെങ്കിൽ വേറെ ഇതിനകത്തേക്ക് എറേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ കണ്ടെന്ന് വരും. അതിന് പ്രോഗ്രാമിനകത്ത് നമുക്ക് നോക്കിയാൽ മതി എവിടെ എത്ര നമ്മൾ സ്റ്റാക്ക് എത്ര മെമ്മറി സ്പേസ് യൂട്ടിലൈസ് ചെയ്യും എന്നൊക്കെ നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് നമുക്ക് ഹീപ്പ് നമുക്ക് എവിടെ അലോക്കേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആക്ച്വലി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെമ്മറിയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ മെമ്മറി യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ളത് നെക്സ്റ്റ് തിങ് ഈസ് സിസ്റ്റം സ്റ്റാർട്ടപ്പ്. സിസ്റ്റം സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് വെൻ എംബഡഡ് സിസ്റ്റം ടേൺ ഓൺ ഇറ്റ്സ് പവർ. അപ്പം പവർ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, ഏത് പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ സാധനം ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പം അണ്ടർസ്റ്റാൻഡിങ് ദി ലേ ഔട്ട് ഓഫ് മെമ്മറി മേക്സ് ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദി സ്റ്റാർട്ടപ്പ് സീക്വൻസ്. എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നോർമലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇപ്രോമിനകത്തുള്ള പ്രോഗ്രാമാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം ആക്ടിവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ആക്ച്വലി എന്ത് ചെയ്യും, എല്ലാ ഡിവൈസസിനെയും ചെക്ക് ചെയ്ത് വെക്കും. അതുകൊണ്ട് ഡിവൈസിനൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്കിനകത്തുനിന്നോ അല്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്കിനകത്തുനിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസിനകത്തുനിന്നോ എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ ഇവിടെയും സംഭവിക്കും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് കോഡ് സ്പേസിനകത്ത് ഫസ്റ്റിൽ തന്നെ കോഡ് സ്പേസിനകത്തൊന്നല്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വെക്കാനുള്ള പ്രോഗ്രാം ചിലതിനകത്ത് അവൈലബിൾ ആയിരിക്കും. കോഡ് സ്പേസ് ഇപ്പം നോർമലി നമ്മൾ ഓൾറെഡി ബേൺ ചെയ്യുന്നതിന് പറയാം. നമുക്ക് ഈ പ്രോം പോലത്തെ ഡിവൈസസിനകത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, നമ്മൾ റൺ ചെയ്യേണ്ട പ്രോഗ്രാം, അതായത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന് ഉള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ റൈറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് നോർമലി ഇവിടെ കോഡ് സ്പേസിനകത്ത് റൈറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ കോഡ് സ്പേസിനകത്തുള്ള പ്രോഗ്രാം സ്റ്റാർട്ടിങ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മളെ ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോഡ് സ്പേസിനകത്തേക്ക് നമ്മൾ ആദ്യം ബേൺ ചെയ്തിട്ടുള്ള പ്രോഗ്രാം എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും. അത് നോർമലി ഈ പ്രോമിനകത്തോ അല്ലെങ്കിൽ നമ്മളെ ഫ്ലാഷ് മെമ്മറിക്കകത്തോ ആയിരിക്കും. ആ ഫ്ലാഷ് മെമ്മറിയിലുള്ള പ്രോഗ്രാം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്ടിവേറ്റ് ചെയ്യുന്നത്. നോർമലി അത് 000 എന്ന് പറഞ്ഞ അഡ്രസ്സിനകത്തായിരിക്കും. ആ 00 എന്ന് പറഞ്ഞ അഡ്രസ്സ് ഇതിലുള്ള പ്രോഗ്രാം എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഓരോ സിസ്റ്റത്തിലും ഉണ്ടാകും അങ്ങനെ. ഇപ്പോൾ 8085 ആണെന്നുണ്ടെങ്കിൽ 0000 എന്ന് പറഞ്ഞ അഡ്രസ്സായിരിക്കും IPക്കകത്ത് ആദ്യം വരുന്നത്, ഇൻസ്ട്രക്ഷൻ പോയിൻ്റിനകത്ത് വരുന്നത്, PC-കകത്ത് വരുന്നത്. ആ PC-യിലുള്ള അഡ്രസ്സ് എന്താണോ അതിനകത്തുള്ള പ്രോഗ്രാം ആയിരിക്കും ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത്, ഫെച്ച് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്തത്. അപ്പം ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണോ അതിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓരോ ഇൻസ്ട്രക്ഷൻസ് ബൈ ഇൻസ്ട്രക്ഷനായിട്ട് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മൈക്രോ പ്രോസസ്സർ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡസ് 2 things ബിഫോർ എക്സിക്യൂട്ടിങ് എനി ഇൻസ്ട്രക്ഷൻ. ഫസ്റ്റ് ഇറ്റ് ഫെച്ചസ് ദി അഡ്രസ് സ്റ്റോർഡ് ഇൻ ദി 4 byte ബിഗിനിങ് ഇൻ ദി ലൊക്കേഷൻ 0000 ഉള്ള ആ 4 byte ആദ്യം തന്നെ എന്ത് ചെയ്യും, ഫെച്ച് ചെയ്യും. ആൻഡ് കോപ്പീസ് ദിസ് അഡ്രസ് ടു ദി സ്റ്റാക്ക് പോയിൻ്റർ, SP-യിലേക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും, സ്റ്റാക്ക് പോയിൻ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ദസ് എസ്റ്റാബ്ലിഷിങ് ദി ബോട്ടം ഓഫ് ദി സ്റ്റാക്ക്. അപ്പം ഇത് ബോട്ടം ഓഫ് ദി സ്റ്റാക്ക് എവിടെയാണ് ആദ്യം തന്നെ എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യും. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് കോമൺ ഫോർ ദി വാല്യൂ ടു ഇനീഷ്യലൈസ് ദി ടോപ്പ് ഓഫ് ദി റാം. ഇതാണ് നമ്മുടെ ടോപ്പ് ഓഫ് ദി റാം. നമുക്കറിയാം, ബിക്കോസ് ദി സ്റ്റാക്ക് ഗ്രോസ് ഡൗൺ ടുവേർഡ്സ് ദി മെമ്മറി ലൊക്കേഷൻ. 000 വരെയാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് മാക്സിമം വരുള്ളൂ. അതായത് സ്റ്റാക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് FF-നകത്ത് നിന്ന് റെഡ്യൂസ് ചെയ്ത് മാക്സിമം വരാവുന്ന വാല്യൂ ഇതാ 00 വരെയാണ്. പക്ഷേ ഇത്രയും വരെ ഒന്നുമില്ല. ഹീപ്പിലെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യും.
Next, they fetches the address stored in the 4 bytes memory location 04 to 07 വരെയുള്ള അടുത്ത 4 byte എന്ത് ചെയ്യും റീഡ് ചെയ്യും ആൻഡ് പ്ലേസസ് ദിസ് 32-bit വാല്യൂസ് ഇൻ ഇറ്റ്സ് പ്രോഗ്രാം കൗണ്ടർ. ഇതിനകത്തുള്ള സാധനം എന്ത് ചെയ്യും പ്രോഗ്രാം കൗണ്ടറിനകത്തേക്ക് എന്ത് ചെയ്യും സ്റ്റോർ ചെയ്യും. ആൻഡ് ദിസ് രജിസ്റ്റർ ഓൾവേസ് പോയിന്റ്സ് ദി മെമ്മറി ലൊക്കേഷൻസ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഇതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ആയിരിക്കും നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കും ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യേണ്ട ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇതിനകത്തായിരിക്കും. ഓക്കെ, അവിടെ മുതൽ എന്ത് ചെയ്യും ഇനി ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ആക്ച്വലി സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് കോഡ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. അറ്റ് ദിസ് പോയിന്റ് CPU ബിഗിൻസ് ദി സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പ് ഫേസ്. ഇവിടെ മുതൽ സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. CPU ഈസ് അണ്ടർ കൺട്രോൾ ഓഫ് ദി സോഫ്റ്റ്വെയർ ബട്ട് ഇറ്റ് ഈസ് പ്രോബബ്ലി നോട്ട് റെഡി ടു എക്സിക്യൂട്ട് ദി ആപ്ലിക്കേഷൻ പ്രോപ്പർ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, അപ്പോൾ തന്നെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യില്ല. അതിന് ഓരോ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. എൻവയൺമെൻറ്റിൽ നിന്ന് ഡാറ്റാസ് റീഡ് ചെയ്യാൻ ട്രൈ ചെയ്യും. റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.